നമസ്കാരം, ഞാൻ രശ്മി സരൻ. എല്ലാവർക്കും രശ്മി സരൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ പായസത്തിന്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അവൽ പായസം. നമ്മൾ പാലട പായസമൊക്കെ തയ്യാറാക്കില്ലേ, ആ ഒരു രീതിയിലാണ് അവൽ പായസവും തയ്യാറാക്കുക. അതിനായിട്ട് ആദ്യം അവലൊന്ന് ചൂടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. അവൽ 2-3 മിനിറ്റ് ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റി മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഒന്നങ്ങ് പൊട്ടി വന്നാൽ മാത്രം മതി. ഇനി പാത്രത്തിലിരുന്ന് അവലങ്ങ് മൊരിഞ്ഞു പോകാതിരിക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പാലിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലടിയിൽ ഒട്ടിപ്പിടിക്കില്ല. വെള്ളം ഒഴിച്ചതിന് ശേഷം പാല് തിളച്ച് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ മുകളിൽ പാട കിട്ടും. അപ്പോൾ തിളച്ച് വരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് എന്ന് പറയുന്നത് 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പായസത്തിൽ എപ്പോഴും മധുരം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് വേണമെങ്കിൽ അവസാനം തിളപ്പിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാല് ചൂടായി തിളച്ച് നന്നായിട്ട് കുറുകി വറ്റി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരുന്ന അവൽ ചേർത്ത് കൊടുക്കുക. അവൽ പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മട്ട അവൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ അവലിൻ്റെ ഒരു കളറും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ പായസത്തിന് കിട്ടും. പാല് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരുന്ന അവൽ ചേർത്ത് കൊടുക്കാം. അവൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അവൽ വേവിച്ചെടുക്കാം. കട്ടി കുറഞ്ഞ അവലാണെങ്കിൽ 5 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതിയാവും. അതേസമയം കുറച്ച് കട്ടിയുള്ള അവലാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വേവിച്ചെടുക്കേണ്ടി വരും. കട്ടിയുള്ള അവലും കട്ടിയില്ലാത്ത അവലും വെച്ചിട്ട് അവൽ പായസം തയ്യാറാക്കുമ്പോൾ പായസം കാണാനും അതേപോലെ തന്നെ രുചിയിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നേരത്തെ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിരുന്നു. ആ ഒരു മധുരം ഈ സമയത്ത് പാകമാണോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മൾ പാലട പായസം തയ്യാറാക്കുന്ന ആ ഒരു രീതിയിലാണല്ലോ അവൽ പായസവും തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അതിൽ നമ്മൾ സ്പൈസസ് ഒന്നും ചേർക്കാറില്ല. അതുകൊണ്ട് ഈ ഒരു പായസത്തിന് ഏലക്കാപ്പൊടിയോ ജീരകമോ അങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 1 ലിറ്റർ പാല് വെച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പായസം ആയി വരുന്ന സമയത്ത് 1/2 ലിറ്റർ പായസമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ പായസം ഇഷ്ടമാവുന്നവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ നന്ദി.